കൊച്ചി സർവകലാശാലയിലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മിഡിൽ ഈസ്റ്റ് അലുമിനി ഓഫ് ഷിപ്പ് ടെക്നോളജി, അതായത് മാസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലെ വളരെ ആക്റ്റീവ് മെമ്പറും നമ്മുടെ മുൻ പ്രസിഡൻറ്റും ആയ സോഹൻ റോയ് എടുത്ത ഈ ഡാം 999 കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നത്. ഏകദേശം 4 വർഷത്തിൽ കൂടുതലായിട്ട് മുതൽ തന്നെ സോഹൻ ഇതിനുവേണ്ടി തന്നെ വളരെയധികം പരിശ്രമങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന ഈ പടം കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ പടത്തിന് വളരെ ഒരു കാലിക പ്രസക്തിയുണ്ട്. കാരണം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ വളരെ സജീവമായി നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഇവരെല്ലാവരും എന്തുമാത്രം ഇടപെടൽ നടത്തി ഇതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, അതിനേക്കാളിലൊക്കെ വളരെ കൂടുതലൊരു ഇമ്പാക്റ്റ് ഈ ചിത്രം വഴി ജനങ്ങളിലേക്ക് ഉണ്ടാവുകയും ജനങ്ങൾക്കിതിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പടത്തിന് ഞങ്ങൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അതോടൊപ്പം സോഹൻ റോയ്ക്ക് മാഷിൻ്റെ പേരുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഒരു മെമ്പറാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. സിനിമ കാണാതെ തന്നെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടുക എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. അതുകൂടാതെ ഒരു നവാഗത സംവിധായകൻ്റെ ആദ്യത്തെ വർക്ക് എന്ന രീതിയിലും പിന്നെ ഒരു സോഷ്യൽ കോസ് എന്ന രീതിയിലും ഇത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. I wish everybody watch this movie, definitely. It is giving a very good message to the entire world and especially to Kerala as well as to Tamil Nadu. I wonder why Tamil Nadu has prohibited to enter this movie to their area. I wish all them watch this. അല്ല, ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നവർ ആദ്യം പടം കാണട്ടെ, പടം കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ഇതിപ്പോൾ പടം കാണുന്നതിന് മുമ്പേ ആണ് ഈ കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ചില പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി കോൺട്രവേഴ്സി കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്ന ചില പൊളിറ്റീഷ്യൻസ് അവരാണ് ഇതിന് പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം പടം കാണട്ടെ, എന്നിട്ട് അഭിപ്രായം പറയട്ടെ. അതല്ല, പാർലമെൻറ്റിൽ മറ്റ് പല കാര്യങ്ങളും ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കിടക്കുമ്പോൾ പാർലമെൻറ്റിൽ ഈ ഡാം 999 ഡിസ്കസ് ചെയ്യാനായിട്ട് അതും പാർലമെൻറ്റ് പിരിയുന്നൊരു സിറ്റുവേഷൻ, ഓക്കെ, മറ്റ് പല ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു ഡാം 999 സിനിമ ബാൻ ചെയ്യണമെന്നും പറഞ്ഞ് പാർലമെൻറ്റ് പിരിയുന്നൊരു സിറ്റുവേഷൻ അത് വളരെ മോശമാണ്. ഈ ഫിലിം കാണാതെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ഏത് കാര്യമായാലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പഠിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് നല്ലത്. ഡാം 999 ഒരു ഡിസാസ്റ്റർ ഫിലിമാണ്. അതിനെ നമ്മൾ തുടർന്ന മനസ്സോടുകൂടി നമ്മൾ സമീപിക്കേണ്ടതാണ്. ഒരു സിനിമ കൊണ്ട് ഒരു രാഷ്ട്രത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ പേടിപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ പറ്റത്തില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞങ്ങൾ കുടുംബസമേതമാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു എഫേർട്ടിൽ സോഹൻ റോയുടെ ഡയറക്ഷൻ നടത്തിയിരിക്കുന്ന ഈ ഫിലിമിൻ്റെ സകലവിധ ഭാവങ്ങളും ആശംസിക്കുകയാണ് ഞാനിപ്പോൾ. ഇതൊരു കലാകാരൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഭാവനയാണ്, സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ അപ്പുറത്ത് തമിഴ്നാട് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കാണുന്നത് അവർക്ക് ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും. അവിടെ ഇത് നടത്തുന്ന പരിപാടികൾ വൈക്കോയും രാംദാസിൻ്റെ കക്ഷിയുമാണ്. ഇവരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ട കക്ഷികളാണ്. ഇവർക്ക് ജനങ്ങളുടെ വികാരം ഇളക്കിയിട്ട് ജനശ്രദ്ധയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വെറും രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണിത്. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനേക്കാളും പ്രധാനമാണ് അവരുടെ പൊളിറ്റിക്കൽ മൈലേജ് എന്ന് കാണുമ്പോൾ ഇത് വളരെ വളരെ എല്ലാവരും അപലപിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.